പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ, അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അവിടുത്തെ ദേഷിക്കുന്നവർ അവിടുത്തെ മുൻപിൽ ഓടിപ്പോകട്ടെ. കാറ്റിൽ പുകയെന്ന പോലെ അവരെ തുരുത്തണമേ. കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. അവിടുത്തെ മുൻപിൽ ആനന്ദിക്കുവിൻ. ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവും വിധവകൾക്ക് സംരക്ഷകനുമാണ്. അഗതികൾക്ക് വസിക്കാൻ ദൈവം ഇടം കൊടുക്കുന്നു. അവിടുന്ന് തടവുകാരെ മോചിപ്പിച്ച് ഐശ്വര്യത്തിലേക്ക് നയിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ കർത്താവേ, അങ്ങ് ഉണർന്നെഴുന്നേൽക്കണമേ. ദൈവമേ, അങ്ങ് ഉണർന്ന് മർത്തയുടെയും മറിയത്തിൻ്റെയും ലാസറിൻ്റെയും ഭവനത്തിലേക്ക് വന്നതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക് കടന്നു വരണമേ. അവിടുത്തെ പാദസ്പർശനമേറ്റ്, ദിവ്യസ്പർശനമേറ്റ് ഞങ്ങളുടെ ജീവിതങ്ങൾ പുതിയതായി മാറട്ടെ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹപൂർണമായി മാറട്ടെ. ഞങ്ങളുടെ ദമ്പതികൾക്ക് കർത്താവെ അങ്ങ് സംരക്ഷകനും സഹായകനുമായി തീരണമേ. ഞങ്ങളുടെ അഗതികളെ കർത്താവെ അങ്ങ് ആശീർവദിക്കണമേ. കർത്താവെ, ദാമ്പത്യ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധനത്തിലും വിഷമത്തിലും വേദനയിലും രോഗത്തിലും പീഡയിലും കഴിയുന്ന ദമ്പതിമാരിപ്പോൾ ഉണ്ടെങ്കിൽ ഈശോയെ, പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയിലുള്ള എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങൾ നീട്ടി ആശീർവദിക്കണമേ. അവരെ സുഖപ്പെടുത്തണമേ, അവരെ മോചിപ്പിക്കണമേ. ദൈവരാജ്യത്തിൻ്റെ കൃപകളാലും വരങ്ങളാലും അവരെ അലങ്കരിക്കണമേ. ഐശ്വര്യപൂർണമായി ജീവിക്കുവാൻ അവരെ അനുവദിക്കണമേ. മാർയോസേ പിതാവേ, പരിശുദ്ധാമ്മേ, തിരുക്കുടുംബത്തിലെ ഉണ്ണി യേശുവേ, എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി, എല്ലാ ദമ്പതികൾക്കും വേണ്ടി പ്രാർത്ഥിച്ച് കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. ദൈവമേ സ്തോത്രം, ദൈവമേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം, അധ്യായം 19, തിരുവചനം 3 മുതൽ. ഫരിസേയർ അടുത്ത് ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സ്രഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീടൊരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അവർ അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഉപേക്ഷാപത്രം നൽകി ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് മോശ വിധിച്ചത് എന്തുകൊണ്ട്? അവൻ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമാണ് ഭാര്യയെ ഉപേക്ഷിക്കാൻ മോശ നിങ്ങൾക്ക് അനുമതി നൽകിയത്. ആദ്യം മുതലേ അങ്ങനെ ആയിരുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം മൂലമല്ലാതെ മറ്റേതെങ്കിലും കാരണത്താൽ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഭാര്യാഭർത്തൃബന്ധം ഇത്തരത്തിലുള്ളതെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ ഭേദം. അവൻ പറഞ്ഞു, കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. എന്തെന്നാൽ ഷണ്ഡരായി ജനിക്കുന്നവരുണ്ട്, മനുഷ്യരാൽ ഷണ്ഡരാക്കപ്പെടുന്നവരുമുണ്ട്. സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ഡരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ. പ്രിയ മാതാപിതാക്കളെ, പ്രിയ ദമ്പതികളെ, കൊച്ചുകുട്ടികളെ, വിവാഹ ജീവിതവും കുടുംബജീവിതവും ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ടതും സ്ഥാപിതവും അനുഗ്രഹീതവുമാണ് എന്ന് നാം ഈ വായിച്ചു കേട്ട തിരുവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നാം ചിന്തിച്ചാൽ നമുക്കൊരു കാര്യം സുവ്യക്തമാണ്. ലോകത്തിൻ്റെ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെയോ
ലോകത്തിലെ നിയമങ്ങളുടെ സ്വാധീന വലയത്തിൽപ്പെട്ടോ ഒന്നും ജീവിതത്തിൻ്റെ ഇത്തിരി സുഖങ്ങളെ പ്രതിയോ ഒന്നും എന്ത് വിവാഹ ജീവിതം ഉപേക്ഷിക്കാൻ പാടില്ല. വിവാഹ ജീവിതം വാസ്തവത്തിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ സ്വർഗത്തിലേക്ക് വളർത്തി വലുതാക്കി അയക്കുന്ന ജീവിതമാണ്. കർത്താവ് അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എങ്ങനെയെന്നാൽ പൗലോസ്ലീഹ ചോദിക്കും, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവകൃപയുടെ ലക്ഷ്യമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഭാര്യാഭർത്താക്കന്മാരെ, ഈ വചനം ഒരിക്കൽ കൂടി ഓർക്കണം. ഈശോ മിശിഹ പല ദിക്കുകളിൽ നിന്നും, വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്നും, വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നും നിങ്ങളെ വിളിച്ച് തൻ്റെ തിരുരക്തം കൊണ്ട് കഴുകി തൻ്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്തിരിക്കുന്നത് അതിൻ്റെ പ്രധാനവുമായ ദൗത്യത്തിലൊന്ന് ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പരമുള്ള ജീവിതത്തിലൂടെയുള്ള വിശുദ്ധീകരണമാണ്. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവകൃപയുടെ ലക്ഷ്യമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഓർക്കണം, ഈ വ്യത്യസ്ത സാഹചര്യങ്ങൾ, വ്യത്യസ്ത കുടുംബങ്ങൾ, പശ്ചാത്തലങ്ങൾ, പാരമ്പര്യങ്ങൾ, ഇതൊക്കെയുള്ള വ്യക്തികളാണല്ലോ ഒന്നുചേരുന്നത്, ഒന്നാക്കുന്നത്. സ്വാഭാവികമായി പോലും ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല ഈ രണ്ട് ധ്രുവങ്ങൾ തമ്മിൽ ഒന്നിക്കുക എന്നുള്ളത്. എന്നിട്ടും എന്തുകൊണ്ടാണ് സ്ത്രീ പുരുഷന്മാർ ഒന്നിക്കുന്നത്? അവിടെ സ്വാഭാവികമായ ഒരു ആകർഷണ വലയം മാത്രമൊന്നുമല്ല ഉള്ളത്. അതിലല്ല ഉപരി അതിസ്വാഭാവികമായ ദൈവികമായ ഒരാകർഷണമുണ്ട്. അതുകൊണ്ടാണ് ലോകം പറയുന്ന കാര്യമൊന്നുമല്ല, അത് കർത്താവ് പറയുന്ന സത്യമാണ്. അതിങ്ങനെയാണ്, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ പക്കലേക്ക് വരാൻ പറ്റില്ല. ക്രൈസ്തവ സഭയിൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഒന്നിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അവരുടെ ആകർഷണ ശക്തി എന്ന് പറയുന്നത് വെറും ശരീരത്തിൻ്റെ ചില പ്രവണതകളോ പ്രചോദനങ്ങളോ ഒന്നുമല്ല. അതിലെല്ലാം ഉപരിയായി, അതിലെല്ലാം അതീതമായി അവരിൽ മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും പരിശുദ്ധ കുമ്പസാരത്തിലൂടെയും വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയും ഒഴുകിയെത്തിയ, കടന്നു വന്ന, വാസം കൊള്ളുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആകർഷണമാണ്. ആത്മാവാണ് അവരെ ഒന്നിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓർക്കണം, ഈ ആത്മചൈതന്യത്തിനാണ് ഊന്നൽ. അപ്പോൾ പരസ്പരം വിരുദ്ധമായ അഭിപ്രായങ്ങളെയും ആശയങ്ങളെയും പ്രശ്നങ്ങളെയും നൊമ്പരങ്ങളെയൊക്കെ ഈ ആത്മാവിൽ തന്നെ അതിജീവിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവിൻ്റെ ഈ സാന്നിധ്യം സ്ത്രീ പുരുഷന്മാർ സ്മരിക്കുമ്പോൾ, അനുസ്മരിക്കുമ്പോൾ അവരിൽ ഈ ആത്മശക്തി പ്രവർത്തിക്കാൻ തുടങ്ങും. ഈ ആത്മീയ കൃപകൾ പരന്നൊഴുകാൻ തുടങ്ങും. ഈ ആത്മീയ ചൈതന്യം അവരെ ധൈര്യപ്പെടുത്താൻ തുടങ്ങും. ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യ അവബോധം നിറയുമ്പോൾ തങ്ങളുടെ ജീവിതത്തിൻ്റെ പരിപരുത്ത പരിശ്രമങ്ങളെ മൃദുവാക്കി മാറ്റുവാൻ ആത്മാവ് അവരെ പ്രാപ്തമാക്കും. തങ്ങളുടെ ജീവിതത്തിൻ്റെ വളഞ്ഞ വഴികളെ നേർവഴിയാക്കുവാൻ പരിശുദ്ധാത്മാവ് ദമ്പതികളെ സഹായിക്കും. തങ്ങളുടെ ജീവിതത്തിൻ്റെ കുന്നും മലകളും അഹങ്കാരവും താൻ പോരുമയും താനെന്ന ചിന്തയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ വെട്ടി നിരപ്പാക്കാൻ ആത്മാവ് സഹായിക്കും. തങ്ങളുടെ ജീവിതത്തിൻ്റെ താഴ്വരകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ കുറവുകൾ, കോട്ടങ്ങൾ, ഇല്ലായ്മകൾ, ഇതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. അപ്പോൾ ദൈവമാണ് യോജിപ്പിച്ചത്, ദൈവമാണ് വിളിച്ചത്. ഈ ദൈവം വിളിച്ചപ്പോൾ ദൈവമാണ് നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്നത് തൻ്റെ ചൈതന്യത്തെ, പരിശുദ്ധാത്മാവിനെ. ഈ ചൈതന്യത്തെ ജ്വലിപ്പിച്ചുകൊണ്ട് വേണം സ്ത്രീ പുരുഷന്മാർ, ദമ്പതികൾ ജീവിക്കാൻ എന്നത് സുവിശേഷ രഹസ്യമാണ്, സഭയുടെ പ്രബോധനവുമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സഭ പറയും, വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തും, പരസ്പര വിരുദ്ധങ്ങളായ രണ്ട് വ്യക്തികളെ
ദൈവം യോജിപ്പിക്കുമ്പോൾ അവിടെ ഈ ആത്മാവിൻ ആവുന്ന എണ്ണയുള്ളത് കൊണ്ടാണ് അവിടെ മിനുസമുണ്ടാകുന്നത്, മൃദുത്വമുണ്ടാകുന്നത്. ഈ ആത്മാവാകുന്ന ജലമുള്ളത് കൊണ്ടാണ് അവിടെ വിശുദ്ധി ഉണ്ടാകുന്നത്. ഈ ആത്മാവാകുന്ന ശ്വാസമുള്ളത് കൊണ്ടാണ് അവിടെ ഉണർവും ഉന്മേഷവും ഉണ്ടാകുന്നത്. ഈ ആത്മാവാകുന്ന മാടപ്രാവുള്ളത് കൊണ്ടാണ് അവിടെ ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. ഈ ആത്മീയ കൃപയെ ഉജ്ജ്വലിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദാമ്പത്യ ജീവിതം എന്നെന്നും ഇതാ സുന്ദരവും ഐശ്വര്യപൂർണവും അനുഗ്രഹപൂർണവുമായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. കർത്താവായ ഈശോയെ, എല്ലാ ദമ്പതിമാരിലേക്കും നീ അയച്ച പരിശുദ്ധമായ ആത്മാവ് ഇപ്പോൾ വന്നു നിറയട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എല്ലാ കുടുംബത്തിലേക്കും ഈ പരിശുദ്ധാത്മാവ് കൊടുങ്കാറ്റായി വീശട്ടെ. എല്ലാ ദമ്പതികളുടെ മേലും നിൻ്റെ പൈതൃകമായ കരങ്ങൾ നീട്ടി ദൈവപിതാവെ ഇപ്പോൾ നീ നിൻ്റെ കൃപയുടെ നീർച്ചാൽ ഉജ്ജ്വലിപ്പിക്കണമേ. എല്ലാ കുടുംബങ്ങളിലും നിൻ്റെ തീജ്വാല പരക്കട്ടെ, നിൻ്റെ തീനാവ് ഇറങ്ങി വസിക്കട്ടെ. അവിടെ ഹൃദയങ്ങൾ ഇതാ കർത്താവെ നിൻ്റെ സാന്നിധ്യം കൊണ്ട് ജ്വലിക്കട്ടെ. അവിടെ കണ്ണുകൾ നിൻ്റെ സാന്നിധ്യം കൊണ്ട് പ്രകാശപൂർണ്ണമാകട്ടെ. അവരെ അലട്ടുന്നതും അസ്വസ്ഥപ്പെടുത്തുന്നതുമായ എല്ലാ ചെതുമ്പലുകളും സാവൂളിൻ്റെ കണ്ണിൽ നിന്ന് അടർന്നു പോയതുപോലെ എല്ലാ ദമ്പതികളുടെയും അന്തമാക്കുന്ന എല്ലാ ദമ്പതികളെയും അസ്വസ്ഥപ്പെടുത്തുന്ന ഈ ലോകത്തിൻ്റെ അന്ധകാരവും ചെതുമ്പലും അടർന്നു വീഴട്ടെ. എല്ലാ നാരകീയ ശക്തികളും ദൈവനാമത്തിൽ, യേശുനാമത്തിൽ എല്ലാ ദമ്പതികളിൽ നിന്നും നിർവീര്യമായി തീരട്ടെ. എല്ലാ തരത്തിലുള്ള തിന്മയുടെ സ്വാധീനവും കുടുംബങ്ങളിൽ നിന്നും എന്നേക്കുമായിട്ട് വിട്ടകലട്ടെ. യേശുനാമത്തിൽ, തിരുനാമത്തിൻ്റെ ശക്തിയാൽ ദാമ്പത്യ ജീവിതത്തിൽ കഴിയുന്ന എല്ലാ ദമ്പതികളും ഇപ്പോൾ അനുഗ്രഹീതരായി മാറട്ടെ. എല്ലാ കുടുംബങ്ങളും വിശുദ്ധമാകട്ടെ. എല്ലാ കുടുംബങ്ങളിലും യേശുവിൻ്റെ പരമപരിശുദ്ധി നിറയട്ടെ. പരിശുദ്ധൻ 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 എന്ന് പാടിപ്പുകഴ്ത്തിയ മാലാഖമാരോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ വിശുദ്ധി ശക്തിയായി ദമ്പതികളിൽ നിറയട്ടെ. നിൻ്റെ വിശുദ്ധി അവർക്ക് ശക്തിയായി ഭവിക്കട്ടെ. നിൻ്റെ വിശുദ്ധി അവരുടെ കുടുംബങ്ങളിൽ തിളങ്ങി വിളങ്ങി പ്രശോഭിക്കട്ടെ. അങ്ങനെ സ്വർഗീയമായ കൃപകൾ കൊണ്ട് കർത്താവെ, ഞങ്ങളുടെ എല്ലാ സ്ത്രീ പുരുഷന്മാരെയും ഭാര്യ ഭർത്താക്കന്മാരെയും കുടുംബങ്ങളെ അലങ്കരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയുടെ നീർച്ചാൽ ഒഴുകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്യുന്നതൻ്റെ ശക്തി ആവസിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയിൽ യോജിപ്പിക്കപ്പെട്ട എല്ലാ കുടുംബങ്ങളും തഴച്ചു വളരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയിൽ ഒന്നായി തീർത്ത് യേശുവിൻ്റെ രക്തത്തിൽ ഒന്നുചേർന്ന എല്ലാ കുടുംബങ്ങളും ഐശ്വര്യപൂർണ്ണമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ തകർക്കുന്ന തളർന്ന എല്ലാ ഈ ലോകത്തിൻ്റെ അധിപന്മാരും പൈശാചിക ശക്തികളും എന്നേക്കുമായിട്ട് അവരെ വിട്ടുപോകട്ടെ എന്ന് ഞങ്ങൾ കൽപ്പിക്കുന്നു. ദൈവമേ നിനക്ക് സ്തുതി, ദൈവമേ നിനക്ക് സ്തോത്രം, കർത്താവേ നിനക്ക് മഹത്വം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ എറിക് ഫ്രോമിൻ്റെ ഒരു വാക്ക് പ്രത്യേകം ശ്രദ്ധേയമാണ്. അദ്ദേഹം ദമ്പതികളെക്കുറിച്ച് പറയുമ്പോൾ ആ വാക്കുകൾ നമുക്ക് ചേർത്ത് വയ്ക്കാം ഇങ്ങനെ: എന്നിലെ ഞാനും നിന്നിലെ നീയും ചേർന്ന് നാമായിത്തീരുന്ന പ്രക്രിയയാണ് ദാമ്പത്യ ജീവിതം, വൈവാഹിക ജീവിതം. എന്നിലെ ഞാനും നിന്നിലെ നീയും ചേർന്ന് നാമായിത്തീരുന്ന ഒരു പ്രക്രിയ. അപ്പോൾ അതൊരു പ്രോസസ്സാണല്ലോ. പ്രക്രിയ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തീർന്നിട്ടില്ല. പള്ളിയിൽ കല്യാണം കെട്ടിച്ചതുകൊണ്ട് ആ കാര്യം പൂർത്തിയായിട്ടില്ല. അത് തുടക്കം മാത്രമാണ്. അത് തുടക്കമാണ്. ഇനി ഒത്തിരിയേറെ തീവ്രയജ്ഞവും തീവ്രമായ പ്രാർത്ഥനയും ഈ സമന്വയത്തിന് അനിവാര്യമാണ്. സംയോജനത്തിന് കൂടിയേ പറ്റൂ. എന്നിലെ ഞാനും നിന്നിലെ നീയും ചേർന്ന് നാമായിത്തീരുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഞാൻ നാമാവുന്നതിൻ്റെ പ്രോസസ്സ്, വേദന, സംഘർഷം. കാരണം എന്നിലെ ഞാൻ എന്നും ഇങ്ങനെ നിന്നതാ. ഏത് ഞാൻ? എൻ്റേത്, എൻ്റെ മുറി, എൻ്റെ കട്ടിൽ, എൻ്റെ തലയിണ്ണ, എൻ്റെ കുളിമുറി, എൻ്റെ ടോയ്ലറ്റ്, എൻ്റെ ഞാൻ. ആ ഞാൻ ഭാവങ്ങൾ വാസ്തവത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയെ, ദാമ്പത്യ ജീവിതത്തിൻ്റെ ആദ്യ നിമിഷം തന്നെ തച്ചുടയ്ക്കേണ്ടി വരും. എൻ്റേതെന്ന് പിന്നെ പറയാൻ ഭർത്താവിന് എന്താ ഉള്ളത്? അഥവാ എൻ്റേതെന്ന് പറയാൻ ഭാര്യയ്ക്ക് എന്താ ഉള്ളത്? അതെല്ലാം ഇങ്ങനെ ഇല്ലാതാക്കി മാറ്റുന്ന അവസ്ഥ അത്ര എളുപ്പമല്ല. പക്ഷേ ദൈവം പറഞ്ഞു ദൈവത്തിലെല്ലാം സാധ്യമാണെന്ന്. മനുഷ്യനാൽ അസാധ്യം, ദൈവത്തിൽ സാധ്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്തവ പാരമ്പര്യത്തിൽ വിവാഹ ജീവിതം എന്ന് പറയുന്നത് മനുഷ്യനാൽ സാധ്യമായ ഒന്നല്ല. അത് ദൈവത്താൽ പൂർണ്ണമായും സാധ്യമായ ഒന്നാണ്. അപ്പോൾ ഈ ഞാൻ ഇല്ലാതായി മാറേണ്ട അവസ്ഥ എന്ന് വെച്ചാലോ,
ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകി പൊട്ടി മുളയ്ക്കുന്ന ആ പ്രോസസ്സ് എത്രയോ വേദനയാണ്. പക്ഷെ മുളയ്ക്കുമ്പോഴാണ്, അത് കതിരിടുമ്പോഴാണ് അതിൻ്റെ അസ്തിത്വത്തിന് മുഴുവൻ ആഴങ്ങളും അർത്ഥങ്ങളും കടന്നു വരുന്നത് എന്ന കാര്യം നമ്മളാരും മറക്കുന്നില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഭാര്യ-ഭർത്തൃ ജീവിതത്തിൽ പരിശുദ്ധാത്മ ശക്തിയാൽ താഴെ വീണ് പൊട്ടിമുളച്ച് തഴച്ചു വളർന്ന് പുഷ്പിച്ച് സൗരഭ്യം പരത്തി ഫലങ്ങൾ പകരുമ്പോൾ അത് സുന്ദരമാവുകയാണ്. ഫലങ്ങളില്ലാത്ത ദാമ്പത്യ ജീവിതം എത്ര ശൂന്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുകയെ, എന്തുകൊണ്ടാണ് ഇവിടെ ഡൈവോഴ്സ് പെരുകിയത്? തിന്നാനും കുടിക്കാനും ഇല്ല അങ്ങോട്ടൊന്നുമല്ല, കിടക്കാനും ഉറങ്ങാനും സ്ഥലമില്ല അങ്ങോട്ടൊന്നുമല്ല. എന്തുകൊണ്ടാണ്? ദാമ്പത്യ ജീവിതത്തിൽ അത് പൊട്ടുന്നില്ല, മുളയ്ക്കുന്നില്ല, തഴച്ച് വളരുന്നില്ല, ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കുഞ്ഞുങ്ങളില്ലാണ്ടായി. കുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നൊടുക്കിയപ്പോൾ, വെട്ടി നുറുക്കിയപ്പോൾ, ചോരപ്പുഴയാക്കിയപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയത് കുഞ്ഞുങ്ങളല്ല, വാസ്തവത്തിൽ അതിലുപരി തങ്ങളെ തന്നെയാണ് ഓരോ സ്ത്രീക്കും ഓരോ പുരുഷനും. അത് നമ്മൾ മറക്കരുത്. എന്തുകൊണ്ടാണ് ഇപ്പം കാണുന്നതെല്ലാം ആത്മാർത്ഥമായിട്ട് ആത്മശോധന ചെയ്താൽ ചങ്കത്ത് കൈവച്ചുകൊണ്ട് ഏതൊരു സ്ത്രീക്കും, ഡൈവോഴ്സ് കഴിഞ്ഞ ഏതൊരു സ്ത്രീക്കും, ഏതൊരു പുരുഷനും, ഭാര്യയ്ക്കും, ഭർത്താവിനും പറയാൻ പറ്റും, തങ്ങളുടെ ജീവിതത്തിൽ ഈ ഞാൻ ഇല്ലാതാക്കി മാറ്റിയില്ല. ഈ പൊട്ടിമുളയ്ക്കുന്ന, താഴെ വീഴുന്ന, ആ തകർക്കുന്ന, ശൂന്യവൽക്കരിക്കുന്ന, എളിമപ്പെടുത്തുന്ന ആ അവസ്ഥയെ അവർ വിസ്മരിച്ചു. കാരണം എന്ത്? ആ രഹസ്യം മനസ്സിലാക്കണമെങ്കിൽ കുരിശിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. കുരിശിലാണ് ഇതിൻ്റെ രഹസ്യം മുഴുവൻ ചേർന്ന് നിൽക്കുക. ക്രിസ്തുവിലാണ് ഈ രഹസ്യം മുഴുവൻ. ഈ ഇല്ലാതാക്കുന്നതിൻ്റെ, ശൂന്യവൽക്കരണത്തിൻ്റെ രഹസ്യം ലോകത്തോട് പറഞ്ഞതും ലോകത്തിന് പഠിപ്പിച്ചതും ആ രഹസ്യത്തിലേക്ക് ലോകത്തെ നയിക്കുന്നതും പ്രാപ്തമാക്കുന്നതും യേശു ക്രിസ്തുവും ക്രിസ്തുവിൻ്റെ കുരിശുമാണ്. ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണ്ണമാകുന്നത് ആ ക്രിസ്തുവിലും ആ കുരിശിൻ്റെ രക്ഷയുടെ രഹസ്യത്തിലുമാണ്. പ്രിയപ്പെട്ടവരെ, ഇതാ എന്നിലെ ഞാനും നിന്നിലെ നീയും ചേർന്ന് നാമായി തീരുക. ആ നീ എന്ന ഭാവം, ഞാൻ എന്ന ഭാവം വിട്ട്, ഐ ഫീലിംഗ് വിട്ട്, യു ഫീലിംഗ് വിട്ട്, ബി ഫീലിംഗിലേക്ക് ഉയരുന്നതാണ് ദാമ്പത്യം. അത് എളുപ്പമല്ല ലോകത്തിൻ്റെ ദൃഷ്ടിയിലും ലോകത്തിൻ്റെ കാഴ്ചപ്പാടിലും. എന്നാൽ എളുപ്പമാണ് എവിടെ? ദൈവത്തിൻ്റെ ദൃഷ്ടിയിലും ദൈവത്തിൻ്റെ സ്പർശനത്തിലും സാന്നിധ്യത്തിലും. അതുകൊണ്ടാണ് സഭ ദമ്പതികളോട് എന്നെന്നും നിഷ്കർഷിച്ചുകൊണ്ടിരുന്നത്, അഥവാ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് എന്ത്? മക്കളെ, ക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് നോക്കുക. ക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് നോക്കിക്കൊണ്ട് ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ തിരിച്ചറിയുക. ദാമ്പത്യ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കുക. അത് ഏത് ജീവിതാന്തസ്സിൻ്റെ രഹസ്യത്തിൻ്റെ ഉറവിടം ക്രിസ്തുവിൻ്റെ കുരിശ് തന്നെയാണ്. ക്രിസ്തുവും ക്രിസ്തുവിൻ്റെ കുരിശുമാണ്. അത് ദാമ്പത്യ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ പൗലോസ്ലീഹ പറയും, ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള പ്രബോധനത്തിൽ, എഫെസൂസ്യർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറഞ്ഞു വരുന്നത് ഇതാണ്: ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് അതും ഒരു രഹസ്യമാണ്. പൗലോസ്ലീഹ ക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് ദാമ്പത്യ ജീവിതത്തെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഈ രഹസ്യങ്ങൾ പറയുന്നത്. 5-ാം അധ്യായത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് കൊടുക്കുന്ന ഉപദേശമുണ്ട്. അവിടെ ശ്ലീഹ പറയും, ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തുവും സഭയുമായുള്ള ബന്ധം എങ്ങനെയോ അങ്ങനെയുള്ള ഒരു ബന്ധത്തോടാണ് പൗലോസ്ലീഹ ഭാര്യ-ഭർത്തൃ ജീവിതത്തെ ഉപമിക്കുന്നത്. ആ ഉപമ ഇങ്ങനെ നീണ്ടുപോവുകയാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും നാഥനും. സഭ ക്രിസ്തുവിന് വിധേയമായിരിക്കുന്നത് പോലെ ഭാര്യമാരെ, നിങ്ങളെല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാരെ, ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ നിങ്ങൾ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. അതിശയകരമായൊരു വചനമായി പറയുന്നത്. അവസാനം ലോകത്തിൽ ഏതെങ്കിലും പൊട്ടനോ ചട്ടനോ മനസ്സിലാവോ ഈ വാക്കിൻ്റെ അർത്ഥം?
ഏതെങ്കിലും നിരീശ്വരന്മാർക്ക് മനസ്സിലാവുമോ ഈ വാക്കിൻ്റെ അർത്ഥം? ശരീരത്തിൻ്റെ കൊഴുപ്പ് തീരുമ്പോൾ ഭാര്യ കറിവേപ്പില പോലെ പോയിന്നിരിക്കും. അങ്ങനെയുള്ളവർക്ക് ശരീരത്തിൻ്റെ ഈ ശക്തി തീരുമ്പോൾ ഭർത്താവ് ഇതാ വേസ്റ്റ് കൊട്ടയിലേക്ക് ചിലപ്പോൾ പോയിന്നിരിക്കും. അങ്ങനെയുള്ളവൾക്ക്. പ്രിയപ്പെട്ടവരെ, ഇത് വലിയൊരു രഹസ്യമാണ്. സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം എങ്ങനെയോ അതൊരു മഹാരഹസ്യമാണ്. പരിശുദ്ധാത്മാവിൽ രൂപപ്പെട്ട ഒരു സത്യം. ആ സത്യം പരിശുദ്ധാത്മാവിൽ മാത്രമേ ഗ്രഹിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13 വരെയുള്ള വചനത്തിൽ പറയുന്നത്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളെ രഹസ്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. ആ രഹസ്യം വെളിപ്പെടുത്തി തരും. അപ്പോൾ സഭയും ക്രിസ്തുവും, ക്രിസ്തു സഭയ്ക്ക് വേണ്ടി, സഭ ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തു സഭയുടെ ശരീരം, സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടി, മൗദീ ശരീരം. അപ്പോൾ ആ ഒരു രഹസ്യത്തിൽ നിന്നിട്ട് പറയുകയാണ്, വിവാഹം എന്നതും വലിയൊരു രഹസ്യമാണ്. സത്യത്തിൽ അതല്ലേ? ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ എത്രയോ ദമ്പതിമാരുടെ ധ്യാനത്തിൽ അവരോട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങേയറ്റം വാർദ്ധക്യത്തിലെത്തിയവരും, അങ്ങേയറ്റം ജീവിതത്തിൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ 1-ാം ക്ലാസ് തുടങ്ങിയവരും, എന്നിട്ട് ആരംഭിച്ച് കുറിച്ചവരുമായിട്ടും ഞങ്ങൾ ധാരാളം ഇടപെട്ടിട്ടുണ്ട്. ഈ വാർദ്ധക്യത്തിലെത്തിയവരൊക്കെ പറയുന്ന ഒരു മഹാ രഹസ്യമുണ്ട്. എന്താണെന്നോ? അവർ പറയും, ഇപ്പോഴും അവളെനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല എന്ന് പറയും. ഇപ്പോഴും അവനെനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. തന്നെയല്ല, അവർ പറയും, ഇത് എങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിടിപാടും ഇല്ലച്ച. ഞാൻ ഓർക്കുന്നുണ്ട്, ദാമ്പത്യ ജീവിതത്തിൻ്റെ 65 വയസ്സ് പിന്നിട്ടൊരു മനുഷ്യൻ. ആ മനുഷ്യൻ ഭാര്യയെക്കുറിച്ച് പറഞ്ഞൊരു വാക്കിതാണ്. ഭാര്യയോടുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഇതാണ്, ഞാൻ എൻ്റെ ഭാര്യയെ ഇതുവരെ ഒന്നും നുള്ളി നോവിച്ചിട്ടില്ല എന്ന്. എന്നിട്ട് അദ്ദേഹം സ്റ്റേജിൽ നിന്നുകൊണ്ട് പറഞ്ഞതാണ്. എന്നിട്ട് അദ്ദേഹം വീണ്ടും അവിടെ മുഖത്തേക്ക് നോക്കി, ശരിയല്ലേടി എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ 2 കുണുക്ക് വിട്ടിട്ട് അവർ വാർദ്ധക്യത്തിൻ്റെ അങ്ങേറ്റത്തെത്തി. പക്ഷേ ഈ അമ്മയുടെ കഴുത്തേൽ കാതയിൽ ഈ മേക്കാക്കുണുക്കുണ്ട്. ഇങ്ങനെ കുണുക്കിക്കൊണ്ട് പറഞ്ഞു, ശരിയാ. ആളുകളെല്ലാം നിൽക്കുക ചെയ്താൽ പറയുക. തന്നെയല്ല, ആ വീടിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമായിരുന്നു. ഒരു തെങ്ങിൻ തോട്ടത്തിൽ വെച്ച് ഞങ്ങൾ പോപ്പുലർ ധ്യാനം നടത്തിയപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ എൻ്റെ മനുഷ്യനെന്ന് വിളിക്കുക, എൻ്റെ മനുഷ്യനെ ഇന്ന് പോലും ഒരു ചെറിയ കാര്യത്തിൽ പോലും ഞാൻ ശ്രദ്ധിക്കാതിരുന്നിട്ടില്ല, അനുസരിക്കാതിരുന്നിട്ടില്ല. അങ്ങനെ പങ്കുവെച്ച ജീവിതം. അവരതിന് ശേഷം ഞാൻ അവിടെ വീട്ടിലാണ് താമസിച്ചത് ഒരാഴ്ചത്തേക്ക്. ധ്യാനം ഞങ്ങൾ നടത്തുമ്പോൾ പലപ്പോഴും വീടുകളിലാണ് താമസിക്കുക. അപ്പോൾ ഈ വീട്ടിൽ താമസിക്കുമ്പോൾ ഞാൻ ആ ഒരാഴ്ചക്കാലം അവരെ ശ്രദ്ധിച്ചതാണ്. ഇത്രയും പ്രായമായി, ഇത്രയും മക്കളും മക്കളുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെയായി, പക്ഷെ ഇതിങ്ങൾ നടക്കുന്നതും ഇരിക്കുന്നതും വർത്താനം പറയുന്നതും ചെയ്യുന്നതും ഒക്കെ ഒരു രഹസ്യമാണ്. അത് ദൈവത്തിനെ അറിയാവൂ. എന്നിട്ട് ആ അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയും, ഇങ്ങനെയൊക്കെ എങ്ങനെ പറ്റിയെന്നറിയില്ല ചാ, പറയുക, എനിക്കിപ്പോഴും മതി വന്നിട്ടില്ല. ഏത്? ഈ ദാമ്പത്യ ജീവിതം, ഈ കുടുംബജീവിതം, അത് മഹാരഹസ്യമാണ്. പരിശുദ്ധാത്മാവിൽ ആരംഭിച്ച്, പരിശുദ്ധാത്മാവിൽ പ്രചോദിപ്പിച്ച്, പരിശുദ്ധാത്മാവിൽ ജീവിച്ച്, പരിശുദ്ധാത്മാവിൽ മുന്നേറി, പരിശുദ്ധാത്മാവിൽ പൂർണ്ണത പ്രാപിക്കുന്ന മഹോന്നതമായ ജീവിതമാണ് ദാമ്പത്യ ജീവിതം. അതിൻ്റെ വിലയെന്ന് പറയുന്നത് യേശുവിൻ്റെ വിലയാണ്. അപ്പോൾ ഈ വലിയ രഹസ്യമാണെന്ന കാര്യം നമ്മൾ മറക്കരുത്. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? എല്ലാ കാര്യങ്ങളും, ദാമ്പത്യ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും, എല്ലാ പ്രശ്നങ്ങൾക്കും ഒന്നും നമ്മുടെ യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും മനസ്സിലാക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് ഭർത്താവ് ഇങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് ഭാര്യ ഇങ്ങനെ പെരുമാറി, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, പല കാര്യങ്ങളും നമ്മുടെ കുടുംബജീവിതത്തിലെ, ദാമ്പത്യ ജീവിതത്തിലെ ഒട്ടനവധി പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ. ഒട്ടനവധി സത്യങ്ങൾ, അതെല്ലാം ഒന്നും നമുക്കൊരിക്കലും ഈ ലോകത്തിൻ്റെ ബുദ്ധി കൊണ്ട്, ശക്തി കൊണ്ടോ യുക്തി കൊണ്ടോ ഒന്നും, ജ്ഞാനം കൊണ്ട് അറിയാൻ പറ്റില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ജീവിതം എത്രയോ സുന്ദരമായിരുന്നു. അത് സാധിക്കണമെങ്കിൽ കർത്താവിൻ്റെ കുരിശിലേക്ക് നോക്കി അവിടുത്തെ ആത്മാവിൻ്റെ പ്രചോദനം ഉൾക്കൊള്ളണം. നമ്മൾ നോക്കുകയെ, ഒരു സ്ത്രീയെ, ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന ഉദാഹരണം പറഞ്ഞാൽ, അതിൻ്റെ അർത്ഥം ലോകത്തിൽ എങ്ങനെ ഗ്രഹിക്കാൻ പറ്റി? ആ സ്ത്രീ സഹിക്കുന്ന അത്രയും വേറെ ആരെങ്കിലും സഹിക്കുന്നുണ്ടോ? ഒരമ്മയുടെ അത്രയും കഠിന വേദനയും പ്രയാസവും ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട്. ലോകത്തിൽ ഇത്രയേറെ മുറിക്കപ്പെടുന്ന ഒരു ജീവിതം സ്ത്രീയല്ലാതെ വേറെ ഏതെങ്കിലും ഉണ്ടോ? രക്തം ചിന്തുന്ന ഒരു ജീവിതം സ്ത്രീയല്ലാതെ വേറെ എല്ലാവരും ഉണ്ടോ? അതുകൊണ്ട് ബുദ്ധി കൊണ്ട് എങ്ങനെയാണ് ഗ്രഹിക്കാൻ പറ്റുക? ബുദ്ധി കൊണ്ട് അതിൻ്റെ അർത്ഥം മുഴുവൻ ഗ്രഹിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? യുക്തി കൊണ്ട് അത് മുഴുവൻ, അതിൻ്റെ ആഴം മുഴുവൻ മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? അതിനൊക്കെ അതീതമായിട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത് അത് വലിയ രഹസ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം നമ്മെ തന്നെ. പ്രിയ ദമ്പതികളെ, എൻ്റെ ജീവിതം, എൻ്റെ ജീവിത പങ്കാളി, അത് ദൈവത്തിൻ്റെ ദാനമാണ്, സമ്മാനമാണ്, ദൈവമാണ് ഞങ്ങളെ യോജിപ്പിച്ചത്. അത് വലിയ രഹസ്യമാണ്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ, പങ്കുവയ്ക്കുവാൻ വേണ്ടിയിട്ട് വിളിയാണ്. ദൈവമേ, ഈ വലിയ രഹസ്യം നിൻ്റെ ആത്മാവിൽ കൂടുതൽ ഗ്രഹിച്ചുകൊണ്ട്
നിൻ്റെ ആത്മാവിൽ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് അനുദിനം ജീവിക്കുവാൻ വേണ്ട ആത്മീയ ശക്തി ഞങ്ങളിലേക്ക് ഒഴുക്കുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. കർത്താവ്, എല്ലാ ദമ്പതിമാരുടെ മേലും നിൻ്റെ പരിശുദ്ധമായ ആത്മാവ് ആവസിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ കുടുംബത്തിൻ്റെ എല്ലാ സത്യങ്ങളും എല്ലാ പ്രശ്നങ്ങളും ആത്മാവിൽ തിരിച്ചറിയുവാൻ, ആത്മാവിൽ വിവേചിക്കുവാൻ അവർ പ്രാപ്തരാകട്ടെ. ആത്മാവിൽ അഭിമുഖീകരിക്കുവാൻ അവർ ശക്തരാകട്ടെ. ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം, ദൈവമേ മഹത്വവും സ്തുതിയും ആരാധനയും എന്നും എന്നേക്കും. ആമേൻ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. ഫാക്സ് 0091 480 270 8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.